MBBS വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് കിട്ടിയില്ല. ആഗ്രഹമുണ്ട് കാരണം ഒരു ഡോക്ടർ ആവണമെന്ന്. പക്ഷേ സർക്കംസ്റ്റൻസസ്, ഫിനാൻഷ്യൽ ഇഷ്യൂ, ഹാപ്പി ടു സേ ദാറ്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സബ്സ്ക്രൈബും ആണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സോ അത് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ലൈവിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലൈമറ്റ് എൻ്റെ അടുത്ത് തീരെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ പിന്നെ അതിൽ വന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്, ഓൾറെഡി ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ നിങ്ങളത് കാര്യമാക്കണ്ട. ഭയങ്കര ഉറക്കം വന്ന് സംസാരിക്കണ പോലൊക്കെ തോന്നും. സോ സോറി ഫോർ ദാറ്റ്. ഐ എം റിയലി ടയേർഡ്, ബട്ട് സ്റ്റിൽ ലെറ്റ് മീ കീപ് ഡൂയിങ് മൈ തിങ്സ്. അപ്പം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് MBBS MBDSനെ കുറിച്ചിട്ടാണ്. ഇത് സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ നീറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു കുട്ടി എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ലൈക്ക് ഞാൻ എന്തിലൂടെയാണോ ഗോ ത്രൂ ചെയ്ത് അതേ സെയിം സിറ്റുവേഷൻ. ലൈക്ക് ഷീ ഈസ് ഹാവിങ് എ ഗ്രേറ്റ് ഡിസയർ ടു ബി എ ഡോക്ടർ. നല്ല ആഗ്രഹമുണ്ട് കാരണം ഒരു ഡോക്ടർ ആവണമെന്ന്. പക്ഷേ സർക്കംസ്റ്റൻസസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം അവൾക്ക് എതിരായിട്ട് ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് നിന്നുകൊണ്ട് നിൽക്കണം. ഡോക്ടർ എന്നുള്ള കരിയർ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പേഴ്സ്യൂ ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റാത്തൊരു അവസ്ഥ. ഞാനും ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. എനിക്കും ഇങ്ങനൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. MBBS ആണ് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നൊരു പ്രൊഫഷൻ എന്ന്. നൗ ഐ എം സീരിയസ്ലി സെയിം നോട്ട് അറ്റ് ഓൾ. MBBSനേക്കാൾ നന്നായിട്ട് ഏൺ ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. അത് നമ്മളതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത് കൊണ്ടാണ്. അപ്പം ആഗ്രഹത്തിൻ്റെ പുറത്ത് MBBS ചൂസ് ചെയ്യുന്നുണ്ട്. വർക്ക്, അതുപോലെ തന്നെ പേഷ്യൻസിനോടുള്ള ആ ഒരു ഇൻട്രാക്ഷനൊക്കെ ആഗ്രഹിച്ച് ആ ഒരു ലൈഫ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ. ഈവൻ ഞാനും അങ്ങനെ ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പ്രൊഫഷൻ. വി ക്യാൻ സെർവ് പീപ്പിൾ, വി ക്യാൻ ഹീൽ പീപ്പിൾ. അതുകൊണ്ടൊക്കെ നമ്മൾ എല്ലാവരും ഡോക്ടേഴ്സ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 80% ആളുകളുടെയും പ്രൊഫഷൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഡോക്ടർ ആവണം എന്ന് തന്നെയാണ്. സോ അറ്റ് ദ സെയിം ടൈം ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുക അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം. ഞാൻ 1, 2, 3 വട്ടം ഞാൻ MBBSന് വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് കിട്ടിയില്ല. അപ്പം എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്നതിന് യാതൊരു അഭിമാന പ്രശ്നമില്ല. ഐ എം ഹാപ്പി ടു സേ ദാറ്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. ബട്ട് അന്ന് ഫസ്റ്റ് ടൈം ആവട്ടെ, സെക്കൻഡ് ടൈം ആവട്ടെ, തേർഡ് ടൈം, ഇതിനൊന്നും ഞാൻ BDSന് അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. ബട്ട് തേർഡ് ടൈം ഞാൻ BDSന് അപ്ലൈ ചെയ്തു. കുഴപ്പമില്ലാത്ത ഒരു കോളേജിൽ കിട്ടി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പടച്ചോൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെസ്റ്റിനേഷൻ അത് തീരുമാനിക്കാനൊരു കാരണം ഉണ്ടാക്കും. നമ്മളതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്കത് തന്നെ ചൂസ് ചെയ്ത് തരുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയ പോലും ഇല്ലാത്ത കാര്യമായിരിക്കും. ഇപ്പം ഞാൻ BDS എടുത്ത സമയത്ത് എനിക്കറിയില്ലായിരുന്നു BDS എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സ്കോപ്സും കാര്യങ്ങളും ഒന്നും എനിക്കറിയണമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് അറിയാനും പോയിട്ടില്ല. കാരണം എൻ്റെ മൈൻഡിൽ ഓൾറെഡി സ്റ്റക്കായിട്ടുണ്ടായിരുന്നത് MBBS ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. MBBS വൺസ് MBBS കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ പലതിനെക്കുറിച്ചിട്ടും അന്വേഷിക്കാനും അല്ലെങ്കിൽ പലതിനെക്കുറിച്ച് അറിയാനും ശ്രമിക്കുന്നത്. ഇപ്പം MBBSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും MBBS മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത്രയും ഭയങ്കരമായിട്ട് പഠിക്കാനും കാര്യങ്ങളും എല്ലാം ഉള്ള കോഴ്സാണ്. അറ്റ് ദ സെയിം ടൈം MBBSനെ പോലെ തന്നെ വാല്യൂബിൾ ആയിട്ടുള്ള വേറെയും കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ നഴ്സിംഗ് ആവട്ടെ, BDS ആവട്ടെ. എന്നോട് ചോദിക്കുകയാണ് വിച്ച് ഇസ് വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഓൺലി ഹാവ് വൺ ആൻസർ, അത് BDS ആണ്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കാതെയാണ് ഈ ഒരു കോഴ്സിലേക്ക് കയറി വരുന്നത് പോലും. അപ്പോൾ അന്ന് ആ ഒരു കുട്ടി മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത്ര ലൈക്ക് ഇനി എനിക്കൊരു പ്രാവശ്യം കൂടി എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആരാണെന്നൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ആ കുട്ടിയുടെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. എനിക്ക് ഫിനാൻഷ്യൽ പരമായിട്ട് എനിക്ക് സപ്പോർട്ടില്ല ഫാമിലി നിന്ന് പറയുകയാണ് ഇനി ട്രൈ ചെയ്യേണ്ട. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം എനിവെയർ. ബട്ട് ഷീ ഈസ് ഹാവിങ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്നാൽ ഡോക്ടർ ആവണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മെജോറിറ്റി ആളുകൾ അങ്ങനെ ആയിരിക്കും. ലൈക്ക് നമുക്ക് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ കേരള ആൻഡ് ഇന്ത്യ. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനുള്ള ഒരു കൺസെൻ്റ് ആയിരിക്കും. ലൈക്ക് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുക, എനിക്കിനി ഒരു വഴികളും ഇല്ല, എല്ലാ വഴിയും അടഞ്ഞു. ശരിക്കും ഞാനും ആ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോയതാണ്. എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് പോയതാണ്. പക്ഷേ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം, എന്തുകൊണ്ടും ഈ ഒരു കരിയർ എനിക്ക് നല്ലതേ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നുള്ളൂ.
അപ്പോൾ BDS എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾക്കുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല, ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജസ് ആലോചിക്കുന്നില്ല, ഒന്നും ആലോചിക്കുന്നില്ല. ബട്ട് നമ്മളപ്പോൾ പറയുന്നത് അതെടുത്താൽ മതിയായിരുന്നു, അതായിരുന്നു ബെറ്റർ. നമ്മളെപ്പോഴും ഒരു വാക്കുണ്ട്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ വച്ച, അങ്ങനെയായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. MBBS ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്പെഷ്യലൈസേഷൻ എന്തായാലും വേണം. നമുക്ക് കൂടുതൽ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ PG ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ MBBS എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ലൈഫ് കുറച്ച് ഹെക്റ്റിക്കായിരിക്കും, വർക്ക് ലൈഫ് ബാലൻസ് കുറവായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയില്ല, ഇതിൻ്റെ റിയാലിറ്റീസ് പറയണം. അപ്പോൾ ഞാൻ ഈ റിയാലിറ്റിയൊക്കെ പിന്നീടാണ് അറിഞ്ഞു വന്നത്. എനിക്കറിയായിരുന്നു, ബട്ട് വൺസ് ഐ ലവ്ഡ് ഇറ്റ്. ബട്ട് ഇപ്പോൾ എനിക്ക് ചിന്തിക്കുമ്പോൾ യെസ്, BDS എന്തുകൊണ്ടും ഒരു സേഫ് സോണാണ്, കംഫർട്ടബിളാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ വർക്ക് ടൈമെ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വൺസ് നമുക്ക് എങ്ങനെ അതിൽ നിൽക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ സക്സസ്. ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ BDSന് ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, കുറച്ച് ടൈം ഡ്യൂറേഷൻ വേണം നമുക്കൊരു സക്സസ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്താൻ. കുറച്ചൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വൺസ് അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനോ വറീഡ് ആവാനോ ഇല്ല. വി വിൽ ബി ഫ്ലഡഡ് വിത്ത് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. പക്ഷെ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തണം, നമ്മൾ അത്രയും രീതിയിൽ നമ്മൾ അറിയപ്പെടണം. വി ഹാവ് ടു ബി വെൽ നോൺ എന്ന് പറയണം. ലൈക്ക് കുറച്ച് പോപ്പുലാരിറ്റി കിട്ടണം നമുക്ക്. അപ്പോൾ അടിപൊളിയായിരിക്കും. എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം, 1 day ഫോർ 1 ക്ലിനിക്കൽ അപ്പോയിൻമെൻറ്റ്സിന് 1.5 ലക്ഷം ഓരോ ദിവസവും ഏൺ ചെയ്യുന്ന ഡോക്ടേഴ്സിന് അറിയാം BDSൽ. അപ്പോൾ ഒരു ദിവസം 1.5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 30 ദിവസം എത്ര രൂപ അയാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും? ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. വിത്ത് വൺ മോർ തിങ്, ഫുൾ ഡേ വർക്ക് ചെയ്യല്ല, ദർ ഇസ് എ പെക്യുലർ ടൈം ഫോർ ദാറ്റ്. ലൈക്ക് ഒരു പെർട്ടിക്കുലർ ടൈം മുതൽ ഇന്ന പെർട്ടിക്കുലർ ടൈം വരെ ആയിരിക്കും അവരുടെ വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്ത് അവർക്ക് അത്രയും ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം. സോ വെയിറ്റ് വിത്ത് പേഷ്യൻസ്. നിങ്ങൾ പിന്നെ അതുപോലെ BDSന് സ്പെഷ്യലൈസേഷൻ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കിപ്പോൾ BDS ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ സെൽഫായിട്ടൊരു ക്ലിനിക് സെറ്റപ്പ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, കുറച്ചും കൂടി ഹാൻഡ് സ്കിൽസ് ആൻഡ് ഹാൻഡ് വർക്കിലൊക്കെ അത്യാവശ്യം നല്ല കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ്തെറ്റിക് ഡെൻറ്റിസ്ട്രി, അതുപോലെ എന്താ പറയുക, കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും ഈ ഡെൻ്റൽ ഫീൽഡ് എന്ന് പറഞ്ഞ്. മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ആർക്കും ഈ ഒരു ഫീൽഡിൽ സക്സീഡ് ആകാം. ആൻഡ് യു നോ സംതിങ്, ഇൻ ഫോറിൻ കൺട്രീസ് ഭയങ്കര റേറ്റാണ്. ഇപ്പം ഗൾഫിലുള്ള ആളുകളോട് തന്നെ ചോദിച്ചാൽ അറിയാം, പല്ലുവേദന ഉണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും ചീപ്പായിട്ട് സർവീസ് കൊടുക്കുന്ന ഒരേ ഒരു ഫീൽഡ് ഡെൻ്റൽ ഫീൽഡാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷെ ഫോറിനിൽ അങ്ങനെയല്ല. ഫോറിനിൽ നല്ല വ്യത്യാസമുണ്ട്, ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്കൊരു ഇംപ്ലാൻറ്റ് ചെയ്യാനും തന്നെ ലാക്സാണ്. ജസ്റ്റ് വൺ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പല്ല് ചെയ്യാൻ ലാക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ അറിയാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ നെവർ ഹെസിറ്റേറ്റ് ദിസ് ഡിഗ്രി. യു ഷുഡ് ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ് ടുഡേ. കാരണം നിങ്ങളുള്ള സ്റ്റേറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് പക്ഷേ ഇതെന്തൊരു കഷ്ടമാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. സോ MBBS മാത്രമല്ല ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഈവൻ MBBS അല്ലാതെ BDS ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓപ്റ്റ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. MBBS പഠിക്കുന്ന സമയത്ത് തിയററ്റിക്കലായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ BDS അറ്റ് ദ സെയിം ടൈം ഒരുപാട് വർക്ക് ലോഡ്സ് ഉണ്ട്. ഫ്രം ഫസ്റ്റ് ഇയർ ടിൽ ദ എൻഡ്, അതായത് പാർട്ട് B വരെ ഒരുപാട് പഠിക്കാനും ഒരുപാട് വർക്ക്സ് ചെയ്യാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, പഠിക്കുന്നതോട് കൂടെ തന്നെ വർക്ക്സ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ MBBSൽ ഇയർ ബാക്ക് ഉണ്ടാവില്ല. ലൈക്ക് ഇയർ ബാക്ക് ഇല്ല എന്നല്ല, അവർക്ക് എഴുതിയെടുക്കാം. പക്ഷേ BDSൽ എവ്രി ഇയർ എല്ലാ വർഷവും നമുക്ക് ഇയർ ബാക്ക് ഉണ്ട്. സോ അതൊരു വലിയൊരു ടാസ്ക്കാണ്. ഇയർ ബാക്ക് ഇല്ലാതെ പാസ് ഔട്ടായി പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. എന്നത് വിചാരിച്ച് നിങ്ങളിപ്പോൾ 1 വർഷം 2 വർഷം ഇപ്പോൾ ഇൻ കേസ് ഇയർ ബാക്ക് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസൻറ്റ് ഡിറ്റർമൈൻസ് യുവർ ഫ്യൂച്ചർ. അതല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പോകാനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ആൻഡ് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ നോളജിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ആൻഡ് ഈ BDS എന്ന കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. നമുക്കൊരാൾ പറഞ്ഞ് നമ്മളുടെ വേറൊരു ഡോക്ടറുണ്ട്, നിങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിനെ കിട്ടില്ല. പേഷ്യൻറ്റിൻ്റെ ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് കം ആൻഡ് വിസിറ്റ് അസ് ഫോർ ദ നെക്സ്റ്റ് ടൈം ഓൾസോ. നമ്മളടുത്ത് പിന്നെയും വന്ന് നമ്മളെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം.
ഡിഗ്രിയുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് അതാണ്. അതായത് നമ്മൾ എത്ര പേഷ്യൻസിനായിട്ട് ലൈക്ക് ഇൻട്രാക്ട് ചെയ്യുന്നു, പേഷ്യൻസിൻ്റെ അടുത്ത് എപ്പോഴും നല്ലൊരു റാപ്പോർട്ട് കീപ്പ് ചെയ്യുക. ഒരിക്കലും പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യരുത്. എവറി ടൈം ദേ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് യുവർ വർക്ക്സ് ആൻഡ് ദേ ഷുഡ് ബി മോർ ദാൻ വർക്ക്സ്. നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നാളെ മറ്റന്നാൾ നിങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ ആ പേഷ്യൻ്റ് വരണം. മറ്റൊരു ക്ലിനിക്കിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് സംതിങ് ഹാസ് വെൻ റോങ്. അപ്പോൾ എന്തോ ഒന്ന് പോയിട്ടുണ്ട്, എന്തോ ഒന്ന് പറ്റിയിട്ട്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. സോ ഇത്രയൊക്കെ പറയണത്. ഇപ്പോൾ MBBS BDS വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് MBBS കിട്ടിയില്ല, BDS എനിക്ക് കയറേണ്ടി വന്നു. BDS ഇസ് നോട്ട് ദാറ്റ്. കുറേ പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, BDS ആണോ എനിക്ക് കിട്ടിയത്, ഭയങ്കര പുച്ഛമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മര്യാദക്ക് ചിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മുടെ സ്മൈലെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫേസിൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് BDSൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മുന്നിലുള്ള എല്ലാ പല്ലുകളും എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. യെസ്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ഒന്നിനെയും കുറച്ച് കാണരുത്. എല്ലാത്തിനും ഇപ്പം ഒരു വേദന വരുമ്പോഴേ നമുക്കൊരു BDS ഡോക്ടറുടെ അടുത്ത് തന്നെ പോകണം. നമുക്കൊരു പല്ല് വേദന വന്നാൽ നമ്മൾ എന്തായാലും അപ്പോഴേ നമുക്കതിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ ആരെയും ഡീഗ്രേഡ് ചെയ്ത് കാണാതിരിക്കുക. എവ്രി വൺ ആർ ഡോക്ടേഴ്സ്, എവ്രി ഡോക്ടേഴ്സ്. ഇപ്പം BDS ആവട്ടെ MBBS ആവട്ടെ, രണ്ടുപേരും ലൈക്ക് ദേ ആർ ട്രീറ്റിംഗ് ആൻഡ് ഹീലിംഗ് സംതിങ് ഇൻ യുവർ ബോഡി. that has been attacked by some organisms or microbes. സോ അപ്പോൾ അത് മനസ്സിലാക്കുക. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ നീറ്റ് ആസ്പിറൻസ് ആവട്ടെ, +2 കഴിഞ്ഞ ആളുകളാവട്ടെ, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഞാൻ എന്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് BDS, ബാച്ചലർ ഓഫ് ഡെൻ്റൽ സർജറി. അതിനെക്കുറിച്ച് എനിക്കറിയുന്നത് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. കോമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കാം. ഒരു പ്രശ്നമില്ല, ഐ വിൽ ബി ദെയർ ടു ക്ലിയർ ഇറ്റ് ഔട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എന്നെ പിന്നെയും മുന്നിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇനിയും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഡെഫിനറ്റ്ലി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു സബ്സ്ക്രൈബ്, ഡു ഷെയർ. ദാറ്റ്സ് ഇറ്റ്. ബൈ.